നമസ്കാരം സുഹൃത്തുക്കളെ, ഓഡിയോ ബുക്ക് ഡെയിലി മലയാളം ചാനലിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞങ്ങളുടെ ചാനലിൽ എല്ലാ ദിവസവും ഓരോ പുതിയ എപ്പിസോഡുകളുണ്ടായിരിക്കും. ഞങ്ങൾ വായിച്ച പുസ്തകങ്ങളിലെ കാര്യങ്ങൾ ഓഡിയോ രൂപത്തിലാക്കി റെക്കോർഡിംഗും എഡിറ്റിംഗും ചെയ്ത് നിങ്ങളുടെ മുന്നിലെത്തിക്കാൻ ഒരുപാട് പരിശ്രമിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഈ പരിശ്രമത്തിന് നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും സഹകരണവും അത്യന്താപേക്ഷിതമാണ്. നിങ്ങളുടെ പിന്തുണ കൂടുതൽ സമയദൈർഘ്യമുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യാൻ ഞങ്ങൾക്ക് വലിയൊരു ഊർജ്ജം നൽകും. ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുന്നതിലൂടെ ഈ ചാനലിനെ വിജയിപ്പിക്കുക. ആദ്യത്തെ 2 ദിവസങ്ങൾ ഞങ്ങളുടെ ബാരക്ക് നിർമ്മാണ ജോലി വളരെ വേഗത്തിൽ നടന്നു. ആർക്കൊക്കെ ഏത് ജോലിയിലാണ് വൈദഗ്ധ്യമുള്ളതെന്ന് കണ്ടെത്തി അവർക്ക് ആ ജോലി ഏൽപ്പിക്കാൻ ഞങ്ങൾക്ക് കുറച്ച് സമയമെടുത്തു. എനിക്ക് മരം മുറിച്ചു മാറ്റുന്ന ജോലിയാണ് ലഭിച്ചത്. കുട്ടിക്കാലത്ത് കോടാലി ഉപയോഗിച്ച് പരിചയമുള്ളതുകൊണ്ട് എനിക്ക് ആ ജോലിയിൽ ഭയമൊന്നും തോന്നിയില്ല. ക്യാമ്പിനു ചുറ്റുമുള്ള കാട്ടിൽ കൂടുതലായും പൈൻ മരങ്ങളായിരുന്നു. മരങ്ങൾ ശരിയായ ദിശയിൽ വീഴുന്ന രീതിയിൽ മുറിക്കുകയും പിന്നീട് അവയുടെ കൊമ്പുകൾ വെട്ടി വൃത്തിയാക്കി തയ്യാറാക്കുകയും വേണമായിരുന്നു. ദിവസവും ജോലി ചെയ്തതോടെ എനിക്ക് പഴയ ശക്തി തിരിച്ചുകിട്ടുന്നതായി തോന്നി. ശാരീരിക അധ്വാനം ഞാൻ ഇഷ്ടപ്പെട്ടു തുടങ്ങി. ഉച്ചയ്ക്ക് 1 മണിയോടെ ക്യാമ്പിൽ തിരിച്ചെത്തി ബാരയ്ക്ക് പണിയുന്നവരെ സഹായിക്കണം. അതിനുശേഷം ഉച്ചഭക്ഷണത്തിന് സൂപ്പ് ലഭിക്കും. സൂപ്പിനൊപ്പം ബ്രെഡും കഴിച്ച് വൈകുന്നേരം വരെ വീണ്ടും ജോലി ചെയ്യണം. 2 ആഴ്ചയ്ക്കുള്ളിൽ ഞങ്ങളുടെ ബാരക്കുകൾ തയ്യാറായി. 2 നിരകളിലായി നിർമ്മിച്ച മരക്കൂടാരങ്ങൾക്കിടയിൽ നടക്കാൻ വീതിയുള്ള വഴിവിട്ടിരുന്നു. ആദ്യമായി എന്റെ കൂടാരത്തിനുള്ളിൽ കാലുകുത്തിയപ്പോൾ തലയ്ക്കു മുകളിൽ ഒരു കൂര കിട്ടിയതിൽ എനിക്ക് വലിയ സന്തോഷം തോന്നി. ഒരു കൂടാരത്തിൽ പല തടവുകാർക്ക് കിടക്കാൻ സൗകര്യമുണ്ടായിരുന്നു. ഉള്ളിൽ ചൂട് നിലനിർത്താൻ 3 ഇരുമ്പ് അടുപ്പുകൾ വെച്ചിരുന്നു. ജോലി കഴിഞ്ഞു വരുമ്പോൾ ഈ അടുപ്പുകളിലേക്ക് ആവശ്യമായ വിറക് ഞങ്ങൾ ശേഖരിക്കണമായിരുന്നു. മരങ്ങളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പായൽ, മോസ് ശേഖരിക്കാൻ പഴയ തടവുകാർ ഞങ്ങളോട് പറഞ്ഞിരുന്നു. ഞങ്ങളുടെ അയഞ്ഞ പാന്റുകൾക്കുള്ളിൽ ഈ പായൽ നിറച്ച് ഞങ്ങൾ കൊണ്ടുവരും. അത് ഉണങ്ങിക്കഴിഞ്ഞാൽ കിടക്കുന്ന പലകകളിൽ മെത്ത പോലെ വിരിക്കും. കൂടാരങ്ങളിൽ ഞങ്ങൾ നിശബ്ദരായി മണിക്കൂറുകളോളം ഇരിക്കേണ്ടി വന്നു. പുറത്തിറങ്ങാൻ തടസ്സമില്ലായിരുന്നെങ്കിലും കൂട്ടം കൂടി നടക്കുന്നത് നിരോധിച്ചിരുന്നു. ദൂരെയുള്ള മുള്ളുവേലിക്ക് അടുത്തേക്ക് പോകരുതെന്ന് കർശന ഉത്തരവുണ്ടായിരുന്നു. കൂടാരങ്ങളിൽ ഒന്നും ചെയ്യാനില്ലായിരുന്നു. വായിക്കാൻ പുസ്തകങ്ങളോ വെളിച്ചമോ ഇല്ലായിരുന്നു. ലൈബ്രറിയിലുണ്ടായിരുന്നതാകട്ടെ കമ്മ്യൂണിസം പ്രചരിപ്പിക്കുന്ന പുസ്തകങ്ങൾ മാത്രം. അത് വായിച്ചു മടുത്താൽ കേണലിന്റെ പ്രസംഗം കേൾക്കാൻ പോകാം. പക്ഷേ അയാൾ ആ പുസ്തകങ്ങളിലെ കാര്യങ്ങൾ തന്നെ ആവർത്തിച്ചു പറയുമായിരുന്നു. 1 മാസം കഴിഞ്ഞപ്പോഴേക്കും ജീവിതം ഒരു ദിനചര്യയായി മാറി. കൊടുങ്കാടിനുള്ളിൽ കഠിനമായി അധ്വാനിക്കുക, കിട്ടുന്ന ഭക്ഷണം കഴിക്കുക, പഴയ സ്വാതന്ത്ര്യത്തിന്റെ ദിനങ്ങൾ മറക്കാൻ ശ്രമിക്കുക. ഇതായിരുന്നു ജീവിതം. എല്ലാ തടവുകാർക്കും ദിവസം 400 ഗ്രാം ബ്രെഡ് നിശ്ചയിച്ചിരുന്നു. രാവിലെ കാപ്പിക്കൊപ്പം കുറച്ചു കഴിക്കും. ബാക്കി ഉച്ചയ്ക്കും വൈകുന്നേരവും ഉപയോഗിക്കും. ഞായറാഴ്ചകളിൽ ഉണക്കമീൻ ലഭിക്കുമായിരുന്നു. ബ്രെഡും പുകയിലയും ക്യാമ്പിലെ വലിയ സമ്പാദ്യമായിരുന്നു. അവ അവിടെ പണം പോലെ ഉപയോഗിക്കപ്പെട്ടിരുന്നു. ചിലർ ഈ ജീവിതം താങ്ങാനാവാതെ മാനസികമായും ശാരീരികമായും തളർന്നുപോയിരുന്നു. അങ്ങനെയുള്ളവർക്കായി ഒരു പ്രത്യേക ബാരക്കുണ്ടായിരുന്നു. അവിടെ ഓരോരുത്തരായി മരണത്തിന് കീഴടങ്ങിക്കൊണ്ടിരുന്നു. മരണപ്പെട്ടവരുടെ ശവസംസ്കാരത്തിന് ഞാൻ 2 തവണ പോയിരുന്നു. അവിടെ ഒരു വിമാനത്താവളവും അതിനടുത്ത് ശ്മശാനവുമുണ്ടായിരുന്നു. മഞ്ഞുമൂടിയ ആ മണ്ണിൽ കുഴിയെടുക്കുന്നത് വലിയ പ്രയാസമായിരുന്നു. കൂടാരത്തിലെ അടുപ്പിൽ നിന്നുള്ള പുക നോക്കിയിരിക്കുമ്പോൾ ഇനിയും 25 വർഷം ഇതേപോലെ ജീവിക്കണമല്ലോ എന്നോർത്ത് എനിക്ക് നെടുവീർപ്പ് വരും. ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടും? ആ മുള്ളുവേലിയും കൊടുന്തണുപ്പും കടന്ന് സൈബീരിയയിലെ വിജനമായ കാട്ടിലൂടെ രക്ഷപ്പെടുക അസാധ്യമാണെന്ന് എനിക്കറിയാമായിരുന്നു. ഒരിക്കൽ ഞാൻ എന്റെ സുഹൃത്ത് ഗ്രിച്ചിനോട് ചോദിച്ചു, നമുക്കിവിടെ നിന്ന് രക്ഷപ്പെട്ടാലോ? എന്നാൽ പിടിക്കപ്പെട്ടാലുള്ള ശിക്ഷയെക്കുറിച്ചും കൊടുന്തണുപ്പിൽ മരിക്കാനുള്ള സാധ്യതയെക്കുറിച്ചും ഓർത്ത് അവനത് നിരസിച്ചു. പിന്നീട് ഞാൻ സിക്കി എന്ന ചെക്കോസ്ലോവാക്യക്കാരനോട് ചോദിച്ചു. അവൻ പറഞ്ഞു, എനിക്ക് വരാൻ താൽപ്പര്യമുണ്ട്, പക്ഷേ എന്റെ ആരോഗ്യം മോശമാണ്. ഞാൻ നിനക്കൊരു ഭാരമാകും. നീ ധൈര്യശാലികളായ കൂട്ടുകാരെ കണ്ടെത്തുക. ദൈവം നിന്നെ സഹായിക്കട്ടെ. ഞായറാഴ്ചകളിൽ ക്യാമ്പ് കമാൻഡർ വന്ന് സംസാരിക്കുമായിരുന്നു. ഒരിക്കൽ അദ്ദേഹം ചോദിച്ചു, നിങ്ങളിൽ ആർക്കെങ്കിലും മഞ്ഞിൽ സഞ്ചരിക്കാനുള്ള സ്കീ നിർമ്മിക്കാൻ അറിയാമോ? അത് ചെയ്യുന്നവർക്ക് കൂടുതൽ ബ്രെഡ് നൽകും. ഞാൻ മുൻപ് അത് ചെയ്തിട്ടുള്ളതുകൊണ്ട് മുന്നോട്ട് വന്നു. ലൈബ്രറിക്ക് പിന്നിൽ സ്കീ നിർമ്മാണ കേന്ദ്രം തുടങ്ങി. കൊടുന്തണുപ്പിലിരുന്ന് ജോലി ചെയ്യുന്നതിനേക്കാൾ അടുപ്പിനടുത്ത് ഇരുന്ന് ജോലി ചെയ്യുന്നത് സുഖകരമായിരുന്നു. എന്നാൽ രക്ഷപ്പെടാനുള്ള എന്റെ ആഗ്രഹം കുറഞ്ഞില്ല. അത് കൂടിക്കൊണ്ടേയിരുന്നു. രണ്ടാം ലോകമഹായുദ്ധകാലത്തെ ശിക്ഷാ ക്യാമ്പുകൾ എത്രത്തോളം ഭീകരമായിരുന്നുവെന്ന് നമ്മൾ ഡോക്യുമെന്ററികളിലൂടെയോ പുസ്തകങ്ങളിലൂടെയോ മാത്രമാണ് അറിഞ്ഞിട്ടുള്ളത്. സുഹൃത്തുക്കളെ, നിങ്ങളൊരിക്കൽ ആ ക്യാമ്പിനുള്ളിൽ അകപ്പെട്ടുവെന്ന് ഒന്ന് സങ്കൽപ്പിക്കുക. സ്വാതന്ത്ര്യമില്ലാത്ത ആ ജീവിതം എത്രത്തോളം വേദന നൽകുമെന്ന് ഊഹിക്കാൻ പോലും പ്രയാസമാണ്.
ഇന്നത്തെ ഭാരതീയരായ നമ്മൾ യുദ്ധകാലത്തെ കഷ്ടപ്പാടുകൾ ഒരിക്കലും കണ്ടിട്ടില്ല. കഴിക്കുന്ന ഓരോ ഉരുളഭക്ഷണത്തിനും കുടിക്കുന്ന ഓരോ തുള്ളി വെള്ളത്തിനും വകയില്ലാത്ത അവസ്ഥയായിരിക്കുമത്. എന്തുതന്നെയായാലും സ്വാതന്ത്ര്യമില്ലാത്ത കാലത്തെ ജീവിതം ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചതിന് തുല്യമാണ്. നമുക്ക് നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കാം. നമ്മൾ എത്രത്തോളം ഭാഗ്യവാന്മാരാണല്ലേ. ജയ് ഹിന്ദ്, നമസ്കാരം.